ജൂലൈ 3 മാർ തോമാ ശ്ലീഹായുടെ ദുഃഖറാന. യോഹന്നാന്റെ സുവിശേഷം 20 24 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. ഇതേ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം നടത്തിയ സുവിശേഷ വിചിന്തനം അത് യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബ് തുറന്നിട്ട് ജേക്കബ് 4 പറയിൽ എന്നടിച്ചാൽ സുവിശേഷ വ്യാഖ്യാനങ്ങളുടെ ഒരു നിര തന്നെ കാണാൻ പറ്റും. അത് ഈ തീയതിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിൽ പറയാത്ത ഒരു വിചിന്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 25 വചനം ശ്രദ്ധിക്കണം. അത് തോമാ ശ്ലീഹ മുൻപോട്ട് വയ്ക്കുന്ന വലിയ ഒരു ഡിമാൻഡാണ്. അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അതായത് മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ, അവർ കണ്ടു എന്ന് പറയുമ്പോൾ തോമാ ശ്ലീഹ മുന്നോട്ട് വെക്കുന്നത് അതിലുമൊക്കെ കൂടിയ ചില ഡിമാൻഡ്സാണ്. കാണണമെന്ന് മാത്രമല്ല, മുറിവുകളിൽ തൊടണം, വിലാപ്പുറത്ത് കൈവെക്കണം. ഇത് ശരിക്ക് പറഞ്ഞാൽ ഒരാവേശത്തിന് തോമാ ശ്ലീഹ അത്രയങ്ങ് പറഞ്ഞു. അങ്ങനെയാണ് പലപ്പോഴും സ്നേഹബന്ധങ്ങളിൽ സംഭവിക്കുന്നത്. അത്രയങ്ങ് പറഞ്ഞെങ്കിലും അത് മുഴുവനായിട്ട് തോമാ ശ്ലീഹ അപ്പോൾ പ്രതീക്ഷിച്ച് കാണുകയല്ല. ലഭിക്കുമെന്നോ പ്രതീക്ഷിച്ച് കാണുകയല്ല. എന്നാൽ 27 വചനം ശ്രദ്ധിച്ചേ. ഈശോ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക. അതായത് തോമാ ശ്ലീഹ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് അവന് കൊടുക്കുന്നത്. അതായത് എൻ്റെ കൈകൾ കാണുക, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, കൈ നീട്ടി വിലാവിൽ വയ്ക്കുക. ഇങ്ങനെ കൊടുക്കുക എന്നുള്ള സ്വഭാവം പോരാ, കൂടുതൽ കൊടുക്കുക എന്നുള്ള സ്വഭാവം അത് ദൈവികതയാണ്. അതുകൊണ്ടാണ് തോമാ ശ്ലീഹ ഉടനെ തന്നെ വിളിച്ചു പറയുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ചുരുക്കമായിട്ട് ഈശോയെ ദൈവമേ എന്ന അഭിസംബോധന വരുന്നുള്ളൂ. ഇത് തോമാ ശ്ലീഹായിൽ നിന്നും പുറത്തേക്ക് വരികയാണ്, എൻ്റെ ദൈവമേ. കാരണം ഇത് ദൈവികതയാണ്. ഏത്? കൊടുക്കുക എന്നുള്ളത്, അത് കൂടുതലായിട്ട് കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നമ്മളൊന്ന് കണ്ണ് തുറന്ന് ചുറ്റിലും നോക്കിക്കേ. ഇവിടെ കാണുന്ന എല്ലാ ജീവനിലും ഉള്ള സ്വഭാവം ഇത് തന്നെയല്ലേ? ഏത്? നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മാവ് അതെല്ലാ വർഷവും പൂക്കുകയും കായായിട്ട് മാങ്ങ നമുക്ക് തരുകയും ചെയ്യുന്നു. പ്ലാവ് നമുക്ക് ചക്ക തരുന്നു. മുറ്റത്ത് നിൽക്കുന്ന, തോട്ടത്തിൽ നിൽക്കുന്ന പൂവോ നമുക്ക് സൗരഭ്യം പകർന്നു തരുന്നു. നമ്മുടെ അടുത്തുകൂടെ ഒഴുകുന്ന പുഴയോ വെള്ളം. അങ്ങനെ ഇവിടെ നമ്മുടെ ചുറ്റിലുമുള്ള ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കൊടുക്കുകയാണ്. കാരണം ജീവൻ്റെ തന്നെ പ്രാഥമികമായ സ്വഭാവം ഇതാണ്, കൊടുക്കുക എന്നുള്ളത്. ആ ജീവൻ്റെയൊക്കെ ആധാരമാണ് ദൈവം. ആ ജീവൻ്റെയൊക്കെ നിറവായ ആധാരമാണ് ദൈവം. അതുകൊണ്ട് തന്നെ ഈശോ എന്നോട് വ്യംഗ്യമായിട്ട് പറയുന്നത്, എന്നിലെ ജീവനെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും പിറകിൽ നിൽക്കുന്ന ജീവനെ തിരിച്ചറിയുക. ആ ജീവൻ നിൻ്റെ ചുറ്റിലും ഇവിടുത്തെ മൃഗങ്ങളിലും പക്ഷികളിലും ചെടികളിലുമൊക്കെ കാണുന്ന ജീവനേക്കാൾ ഉയർന്ന ജീവനായതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന കൊടുക്കലിലേക്ക് നിന്നെ ക്ഷണിക്കുന്നു. ഈയിടെ മിഖാസ് കൂട്ടുങ്കലച്ചൻ ജർമ്മനിയിലാണ്. അദ്ദേഹം അയച്ചു തന്ന ഒരു ചെറിയ സംഭവം. അതായത് ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൻ്റെ സമയമാണ്. പ്രധാന കഥാപാത്രങ്ങളിലൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ഈയിടെ ഒരു അവാർഡ് ലഭിച്ചപ്പോൾ ആ അവാർഡ് അദ്ദേഹം തൻ്റെ സുഹൃത്തായ അൽബെർട്ടോ ഫത്രാവുവിന് സമർപ്പിച്ചു. ഇത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഞങ്ങളാരും കേൾക്കാത്ത ഈ ഒരു മനുഷ്യന് വേണ്ടി സമർപ്പിക്കാനുള്ള കാരണം? അപ്പോൾ റൊണാൾഡോ പറഞ്ഞു, എൻ്റെ ഫുട്ബോൾ കരിയറിനും അതിൻ്റെ വിജയത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരനായ അൽബെർത്തോയോടാണ്. വീണ്ടും അവർ ആരാണ് ഈ അൽബെർട്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു. അതായത് ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരേ ഫുട്ബോൾ ടീമിൽ ഒരുമിച്ച് കളിക്കുന്ന കാലം. ഒരിക്കലേ ഈ ലിസ്ബൺ സ്പോർട്സ് അക്കാഡമിയിൽ നിന്നും നല്ല കളിക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് വന്നു. അന്ന് മത്സരം വെച്ചു. ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന കളിക്കാരെ തിരഞ്ഞെടുക്കും. അതാണ് അക്കാഡമി മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥ. ഞങ്ങളുടെ ടീം അന്ന് 3-0 ജയിച്ചു, മറ്റവരെ തോൽപ്പിച്ചു. ആദ്യത്തെ ഗോൾ ഞാൻ അടിച്ചു, രണ്ടാമത്തെ ഗോൾ അൽബെർട്ടോ അടിച്ചു, മൂന്നാമത്തേതായിരുന്നു നിർണായകം. അതായിരുന്നു ഏറ്റവും ആകർഷണീയമായ ഗോളും.
അൽബേർട്ടോ വിങ്ങിൽ നിന്നും പന്തുമായിട്ട് കയറുകയാണ്. മുന്നോട്ട് കയറി 1-2 കളിക്കാരെ വെട്ടിച്ച് മുന്നോട്ട് കയറി നേരെ മുമ്പിൽ ഗോളി മാത്രമായിട്ട് മുഖാമുഖം നിൽക്കുക. ഒന്ന് മുന്നോട്ട് തള്ളിയാൽ മതി, ഗോളാകുമെന്ന് ഉറപ്പാകുന്ന നിമിഷം. ആ നിമിഷത്തിലാണ് തൊട്ടടുത്ത് വശത്ത് നിന്നിരുന്ന എനിക്കായിട്ട് അവന് ബോൾ പാസ് ചെയ്തു. ഞാൻ അത് സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ സ്പോർട്സ് അക്കാഡമിയിലായി. കളി കഴിഞ്ഞപ്പോൾ ഞാൻ അൽബേർത്തോയോട് ചോദിച്ചു, നീ എന്താ ഗോളടിക്കാതെ എനിക്ക് പാസ് ചെയ്തത്? അപ്പോൾ അവൻ പറഞ്ഞു, കാരണം നീ എന്നേക്കാൾ നല്ല കളിക്കാരനാണെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ വിവരം കേട്ടിട്ട് പത്രക്കാർ അൽബേർത്തോയെ പോയി കണ്ടു. ഈ സംഭവം ശരിയാണോ എന്ന് അന്വേഷിച്ചപ്പോൾ റൊണാൾഡോ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് അയാൾ സമ്മതിച്ചു. അൽബേർട്ടോ പറഞ്ഞു, അതോടെ എൻ്റെ കളി അവസാനിച്ചു, എൻ്റെ കരിയർ തീർന്നു. പ്രൊഫഷണൽ കളിക്കാരനാകാനുള്ള അവസാനത്തെ അവസരമായിരുന്നു അത്. അതോടെ ഞാൻ തൊഴിൽ രഹിതനുമായി. പക്ഷേ അവർ നോക്കിയപ്പോൾ അൽബേർത്തോയ്ക്ക് വളരെ രാജകീയമായ വീട്, പോരാ മെഴ്സിഡസ് കാറ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, തൊഴിൽ രഹിതനാണെങ്കിൽ ഇതൊക്കെ എവിടെ നിന്ന്? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഇതിനെല്ലാം കാരണം റൊണാൾഡോ ആണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് ജീവൻ്റെ ഈ ഒരു സ്വഭാവമാണ്. അതായത് കൊടുക്കുക എന്നുള്ളത് ജീവൻ്റെ പ്രാഥമികമായ സ്വഭാവമാണ്. അത് നമ്മുടെ ചുറ്റിലുമുള്ള ഏറ്റവും താഴത്തെ നിലയിൽ നിന്ന് തുടങ്ങിയാൽ ചെടികളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ സ്വഭാവം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജീവൻ്റെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ്റെ സ്വഭാവവും ഇത് തന്നെയായിരിക്കണം. ഈ സ്വഭാവം തിരിച്ചറിയുക. പോരാ, ഇത് തിരിച്ചറിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വരിക. അതാണ്, സ്വീകരിക്കുന്നതിലേക്കുള്ള അവബോധത്തിലേക്കാണ് തോമാസ് ലീഗ വരുന്നത്. കാരണം അവൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഈശോ കൊടുക്കുമ്പോൾ, വിരൽ കൊണ്ടുവരാനും വിലാപ്പുറത്ത് വയ്ക്കാനുമായിട്ട് അവനെ ക്ഷണിക്കുമ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കിട്ടുന്നവൻ ആ കിട്ടുന്നതിൻ്റെ അവബോധത്തിലേക്ക് വരികയാണ്. ഈശോ എന്നോട് പറയുന്നതും അതുതന്നെയാണ്. നീ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വരിക. മറ്റു വ്യക്തികളിൽ നിന്ന്, നിന്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ തുടങ്ങിക്കേ. എന്തുമാത്രമാണ് സ്വീകരിച്ചത്? സഹോദരങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നിന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന്, നിന്റെ ജീവിത പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന് സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വരിക. ഇതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തിലേക്കും പ്രകൃതിയിലേക്കും നോക്കിയാലോ, നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു, കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ജീവന് കാരണമായിട്ട് നിൽക്കുന്ന സൂര്യൻ്റെ പ്രകാശം, ഇതെല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉദാരമായിട്ട് സ്വീകരിക്കുന്നവയെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വരിക, ആ അവബോധത്തിൽ ജീവിക്കുക. അങ്ങനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധത്തിൽ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? തോമാസ് ലീഗയ്ക്ക് സംഭവിച്ചത് തന്നെ സംഭവിക്കും. എൻ്റെ ദൈവമേ എന്നുള്ള അനുഭവത്തിലേക്ക് വരികയാ ചെയ്യുന്നത്. പോരാ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവമായിരുന്നു. അതൊരാത്മസമർപ്പണമായിരുന്നു. അനുദിനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച്, അനുദിനം കൂടുതലായി സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധത്തിൽ ജീവിക്കുന്നവന് സംഭവിക്കുന്നത് സമർപ്പണമാണ്. കൊടുക്കാനുള്ള സമർപ്പണം, കൂടുതലായിട്ട് കൊടുക്കാനുള്ള സമർപ്പണമാണ്. സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള നന്ദിയും കൊടുക്കാനുള്ള സമർപ്പണവും അത് തോമാസ് ലീഗയെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അവൻ്റെ തന്നെ ജീവിത സമർപ്പണത്തിലും മരണത്തിലും ആണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ, പോരാ, തോമാസ് ലീഗ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ നമ്മളോട് പറയുന്നത് ഇതാണ്: തിരിച്ചറിയുക, നീ സ്വീകരിക്കുന്ന വലിയ നന്മകൾ, അത് തിരിച്ചറിയുകയും ആ അനുഭവത്തിൽ ജീവിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ നന്ദി നിറയും. പോരാ, ദൈവമേ എന്നുള്ള സമർപ്പണം, ആ സമർപ്പണം നിന്നെ കൂടുതൽ കൊടുക്കുന്നതിലേക്ക് വളർത്തും. കാരണം നിന്നിലെ ജീവൻ്റെ സ്വഭാവം തന്നെ കൊടുക്കുകയാണ്. ഉയർന്ന ജീവനാണേൽ ഉയർന്ന കൂടുതൽ കൊടുക്കലിലേക്ക് വളരും. അങ്ങനെ കൊടുക്കലിലേക്ക് വളർന്ന് നിന്റെ ജീവിതം തന്നെ ആത്യന്തികമായ ഒരു കൊടുക്കലായി മാറുമ്പോഴാണ് നിന്നിലെ ദൈവികത, കൊടുക്കലിൻ്റെ, ജീവൻ്റെ സ്വഭാവമായ കൊടുക്കലിൻ്റെ ദൈവികത വളർന്നു വന്ന് നീ ക്രിസ്തുവിലേക്ക് വളർന്ന് എത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് തോമാസ് ലീഗയുടെ തിരുനാളിൽ എന്നോട് പറയുന്ന ജീവിത സന്ദേശം അനുഭവിക്കാൻ കൃപ ചെയ്യണമേ. നാഥ,
നീ കൊടുത്തതിൻ്റെ ഉദാരത തോമാസ് ലീഹ അനുഭവിച്ചപ്പോഴത്തേക്കാണ് വലിയ ജീവിത സമർപ്പണത്തിലേക്ക് അദ്ദേഹം വന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈശോയെ ഞാൻ സ്വീകരിക്കുന്നത്, അനുദിനം ഞാൻ സ്വീകരിക്കുന്നത്, അത് അനുഭവിക്കാൻ, അവബോധത്തോടെ സ്വീകരിക്കുന്നത് മറക്കാതിരിക്കാൻ, ആ ഓർമ്മ അയവിറക്കി ജീവിക്കാനുള്ള കൃപ തരണമേ. ആ അനുഭവത്തിൽ വരുമ്പോൾ അറിയാതെ ഞാനും കൊടുക്കലിൻ്റെ ആത്മസമർപ്പണത്തിലേക്ക് വരും. കൂടുതൽ കൊടുക്കാൻ, കൂടുതൽ കൊടുത്ത് നിൻ്റെ ദൈവിക സ്വഭാവത്തിലേക്ക് വളർന്നു വരാനുള്ള കൃപ നീ തരണമേ നാഥ. ആ ദൈവികതയിലേക്ക് എന്നെ നീ ഉയർത്തണമേ. ആമേൻ.